ഹായ് ഹലോ പുതിയൊരു വീഡിയോ. ഒരു മുക്കുറ്റിപ്പൂവും ഒരു പ്രാണി ഇരിക്കുന്നതാണ്. സത്യത്തിൽ ഞാൻ മുക്കുറ്റിപ്പൂ എടുക്കാൻ രാവിലെ പോയതാണ്. അപ്പോഴാണ് ബോണസായിട്ടൊരു പ്രാണീനെയും കിട്ടിയത്. ഇത് ഒപ്പോ ഫൈൻഡ് X9 അൾട്രയിലത്തെ ക്ലിക്കാണ്. സോ കാര്യത്തിലേക്ക് വരാം. നമ്മളിത് എക്സ്പോഷർ പൊടിക്ക് കൂട്ടി, കോൺട്രാസ്റ്റ് കൂട്ടി വെച്ച് പൊടിക്ക്, ഹൈലൈറ്റ് കുറച്ചു, ഷാഡോസ് ഡെപ്ത് കൂട്ടി, വൈറ്റ്നസ് കുറച്ച് കൂട്ടി വെച്ചു, ബ്ലാക്ക് ഡെപ്ത് കുറച്ച് കൂട്ടി. നെക്സ്റ്റ് കർവാണ്. കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പടത്തിൽ. കണ്ടു, ആ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ കിട്ടാൻ സത്യം പറഞ്ഞാൽ ബ്ലറും മാത്രം പോരാ, നമ്മളതിൻ്റെ കർവ് റേഞ്ച് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് പൊടിക്ക് ഗ്രീൻ ഒന്ന് കൂട്ടി, റെഡ് ഒരു പൊടിക്ക് ചെറിയൊരു എസ്കർവ് കൊടുത്തു, അന്നേരം അടിപൊളിയായി. ദെൻ ഗ്രീനും ചെയ്യണ്ട, ഞാൻ പൊടിക്ക് ബോട്ടം വലിച്ചിട്ടുണ്ട് ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ ബ്ലൂ 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 കുറച്ച് വെച്ചു ബ്ലൂ. ഇപ്പം തന്നെ പടത്തിനൊരു പ്രോ ലുക്ക് വന്നിട്ടുണ്ട്. ഇതായിരുന്നു ആദ്യത്തെ പടം, കൂട്ടി നമ്മൾ ശരിയാക്കിയത്. കളറിലേക്ക് പോയി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ പടത്തിൽ കളറ്. സോ കളറിൻ്റെ ഗ്രീൻ നമുക്ക് മൊത്തത്തിലൊന്ന് മാറ്റി പിടിക്കാം. മഞ്ഞയമ തൊടാൻ പറ്റില്ല, കാരണം അമുക്കുറ്റിപ്പൂ നമ്മുടെ സബ്ജക്റ്റ് ഇത്തവണ മഞ്ഞയാണ്. മഞ്ഞയമ തൊടാൻ പറ്റില്ല പറഞ്ഞാൽ മഞ്ഞയമ തൊടണം, പക്ഷേ ഗ്രീനിന് വേണ്ടിയിട്ട് ഗ്രീൻമ കിടക്കുന്ന മഞ്ഞേനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മഞ്ഞയുടെ കോൺട്രാസ്റ്റ് ഒക്കെ ഒന്ന് സെറ്റാക്കി. ദെൻ ഇത് നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് വരുന്നുണ്ട്, നിങ്ങൾക്കും വരും, ക്ഷമിക്കണം. ആ റെഡിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കൂട്ടി. ദെൻ ടെക്സ്ചർ കൂട്ടാം അല്ലേ. ആ പ്രാണി മുക്കുറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടിരിക്കട്ടെ. ഫൈൻ. എനിക്ക് വേണം ബ്ലർ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. എനിക്ക് ബ്ലർ എപ്പോഴും അഡോബ് ലൈറ്റ് റൂമിൽ പേടിയാണ് തൊടാൻ. വേറെ ഒന്നുമല്ല, ചിലപ്പോൾ വർക്ക് ചെയ്യില്ല, അത് എറർ കാണിക്കും. അതവർ ഫിക്സ് ചെയ്യണം. നമ്മൾ ഈ കാശും കൊടുത്ത് ഈ സാധനം വാങ്ങിച്ചിട്ട് ഫീച്ചേഴ്സ് എല്ലാം തരണ്ടേ. പെർഫെക്റ്റ്. ബ്ലർ കൂട്ടി. ആക്ച്വലി ഒപ്പോ തരുന്ന ബ്ലർ തന്നെ അടിപൊളിയായിരുന്നു. അറ്റം മുട്ടിച്ച് വെച്ചു. എന്താല്ലേ, അഡോബിനെ സമ്മതിക്കണം ഇങ്ങനത്തെ പരിപാടിയിൽ. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് പടം. ഇനി വേണമെങ്കിൽ കളറിൽ കയറിയിട്ട് ഗ്രീനാണ് സെറ്റ് ആവണ്ടേ. അടിപൊളി പൊളിച്ചു. കലക്കി. ആ സെപ്പറേഷനുകൾ കിട്ടാൻ വേണ്ടിയിട്ടേ സെലക്ട് സബ്ജക്റ്റ് കൊടുത്തിട്ട് നോക്കാം നമുക്ക് എന്താ ഉണ്ടാവണമെന്ന്. ഇപ്പം മുക്കുറ്റിയും പ്രാണിയും ആ ചെടിയുടെ തുമ്പ് മൊത്തം സെലക്റ്റഡ് ആവും. എന്താ പെർഫെക്ഷൻ. ഇക്കാര്യത്തിൽ നമ്മൾ സമ്മതിക്കണം. കോൺട്രാസ്റ്റ് കുറച്ചു, ഹൈലൈറ്റ് കുറച്ചു, ഷാഡോസ് അധികം വേണ്ട തോന്നി എനിക്ക്. ഷാഡോസ് വേണ്ട. പൂ നന്നായി കാണട്ടെ പൊതുജനങ്ങൾ. അടിപൊളി. ഇനി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കളറ് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സെറ്റ്. ടെക്സ്ചർ നന്നായി കൂട്ടി വെച്ചു ഞാൻ. ജിലായിട്ടിരിക്കട്ടെ. സെറ്റ്. ഇനി ഒരു ഫൈനൽ ക്രോപ്പിംഗ് റൂൾ ഓഫ് തേർഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പൂവിനെ റൂൾ ഓഫ് തേർഡിലേക്ക് വെക്കുന്നില്ല, ആ പൂവിൻ്റെ ആ ഒരു ഞെട്ട് മൊത്തം റൂൾ ഓഫ് തേർഡിലേക്ക് വെച്ചു. പൂവ് ഏതാണ്ട് സെൻട്രലായിട്ടിരിക്കട്ടെ. സോ സെറ്റ്. പടം കഴിഞ്ഞു. ബിഫോർ ആഫ്റ്റർ എന്തൊരു ചേഞ്ച് ആണല്ലേ. ബിഫോർ ആഫ്റ്റർ. സോ ഹാപ്പി വാച്ചിങ്. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.